അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ഇവിടെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. കാരണം നാളെ ഡൽഹിയിലെത്തണം. ഇന്നും കൂടെ ഉള്ളൂ ജമ്മുവിൽ. ജമ്മുവിൽ ഞങ്ങൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മൾ വളരെ പേഴ്സണലായി കുറച്ച് ആവശ്യങ്ങൾ കൂടെ പോയതാണ് കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ ഫേവറേറ്റ് ഇവിടെ ഒരു മോളുണ്ട് ജമ്മുവിൽ, വേവ് മോൾ എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ 2.5 വർഷം നിന്നപ്പോൾ മുഴുവൻ അവിടെ എപ്പോഴെങ്കിലുമൊക്കെ പോകുമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. നിങ്ങൾ ദൂരെ ഒരു കാര്യം കാണുന്നുണ്ടോ? ഇതല്ല, അതാ ഇവിടെ 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 ഇതാ മോഹൻലാൽ എന്ന് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അടുത്തൊന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മോഹൻലാൽ നമ്മുടെ മോഹൻലാൽ അല്ല, ഇത് മോഹൻലാൽ സൺസ് എന്ന് പറയുന്ന എന്തോ ഒരു ബ്രാൻഡ് നെയിം ആണെന്ന്. നമുക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരൊറ്റ മോഹൻലാലല്ലേ ഉള്ളൂ. മോഹൻലാൽ ഒരു ബ്രാൻഡ് നെയിം ആണ്. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി. എൻ്റെ സൗണ്ടിന് നല്ല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ട്രാവലൊക്കെ ചെയ്ത് വന്നതിന് ശേഷം അടിപൊളി ഒരു പനി അടിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോഴാണ് ഇത് ഒന്ന് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ മുകളിൽ കയറി ഞങ്ങൾക്ക് നിറയെ ടൈമുണ്ട്. വൈകിട്ട് 4:30 ഉള്ളൂ തിരിച്ച് വന്ദേ ഭാരത് ഡൽഹിയിലോട്ട് കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു 11:30 ആയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നിറയെ ടൈമുണ്ട്. അപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം മാളാണ്. അല്ലാതെ നമുക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസസിലൊന്നും പോകാൻ താല്പര്യമില്ല. കാരണം 2.5 വർഷം ഇവിടെ എല്ലാം പോയി എക്സ്പീരിയൻസ് ചെയ്ത് 2-3 വട്ടം ഒക്കെ പോയതാണ്. അപ്പോൾ അവിടെ ഒന്നും പ്രത്യേകിച്ച് എക്സ്ട്രാ കാണാൻ ഇപ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല. അല്ലാതെ മുകളിൽ കയറി അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. വൈകിട്ട് പിങ്ക് സാധനങ്ങൾ കാണുമ്പോൾ കുറച്ച് അട്രാക്ഷൻ അങ്ങോട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ ദയനീയമായിട്ട് നോക്കുകയാണ്, അത് വാങ്ങിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല. അവൾ അച്ഛൻ താഴെ വേറെ എന്തിനോ കാര്യത്തിൽ പോയിരുന്നു. അപ്പോൾ അച്ഛനെ സോപ്പിടാനായിട്ട് നമുക്ക് താഴെ പാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വന്നു. അച്ഛനെ കണ്ടതും എന്തോ സാധനം വാങ്ങിക്കാനുള്ള കച്ച കെട്ടി അവർ രണ്ടുപേരും കൂടെ പോകുന്നുണ്ട് എങ്ങോട്ടൊക്കെയോ. അങ്ങനെ അവിടെ ഓൾമോസ്റ്റ് എല്ലായിടും നടന്നിട്ട് തീരുന്നില്ല. ഇതൊക്കെ നമ്മൾ എപ്പോഴും വരാറുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര നമുക്കൊന്ന് മനസ്സ് കൂളാകാൻ പറ്റിയ സ്ഥലം. പക്ഷേ കടയിലൊന്നും കയറിയ മനസ്സ് കൂളാവത്തില്ല. ഹോട്ടാവും അമ്മാതിരി വിലയാണ് കേട്ടോ. തൊടുന്നതിനും പിടിച്ചതിനും വില എന്തോ വിലയാണെന്ന് അറിയുമ്പോൾ ഇവിടെ. അതിന് മുകളിൽ അവർക്ക് അവരുടെ വാടക അടയ്ക്കുന്ന പൈസ കൂടെ നമ്മളെ കൊണ്ട് പിടിയണ്ടേ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ നേരെ പോയി KFC പോയി വല്ലതും കഴിക്കാമെന്ന്. അവിടെയും കഴുത്തിറക്കുന്ന വിലയാണ്, എന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലേ വരത്തുള്ളൂ. അങ്ങനെ KFC ചെന്നപ്പോഴത്തേക്ക് വൈകി പറഞ്ഞു എൻ്റെ ഫ്രണ്ട് മിക്കുവിനും കൂടെ വാങ്ങിക്കണം. വിച്ചു നാളെ മനസ്സിലായില്ല, അവളെ കൈ ഇരിക്കുന്ന ആ കുരുട്ട് സാധനമാണ് മിക്കു. അപ്പം അവനും കൂടെ വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ കഴിക്കത്തില്ലെങ്കിൽ അത് വൈകമോൾ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനും വാങ്ങിച്ചു. ആ കുഞ്ഞു ഡോളുണ്ടല്ലോ കയ്യിലിരിക്കുന്ന, അതാണ് മിക്കു. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റാപ്പ് ഞാൻ വാങ്ങിച്ചു. പക്ഷേ ഞാൻ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. നമ്മൾ ഈ റൊമാലിയൽ റൊട്ടിക്കകത്തല്ലേ അവരത് തരുന്നത്. പക്ഷേ ഇത് ലച്ചാപ്പുറത്ത് എന്തോ ആയിരുന്നു, അത്രയും കൂടെ സാറ്റിസ്ഫൈഡ് ആയില്ല. മറ്റേതായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ കുറേ ടോയ് ഷോപ്സിൽ കയറി. സത്യം ഇതെല്ലാം നിരന്നിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ വാങ്ങിക്കാൻ തോന്നുന്നു. കൊച്ചുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ അട്രാക്ട് ചെയ്യുന്ന എന്തെല്ലാം സാധനങ്ങളാണ്. ഇതൊന്നും നമ്മുടെ കാലത്തൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പം എന്തൊക്കെ സാധനങ്ങളാണ്. വാഷിംഗ് മെഷീൻ വേണോ, ഫോൺ വേണോ, ട്രക്ക് വേണോ, അയ്യോ. അങ്ങനെ അവസാനം നമ്മൾ അവിടെ നിന്ന് തൊഴുതിങ്ങ് ഇറങ്ങി. അങ്ങനെ നമ്മൾ വന്ദേ ഭാരതിൽ കയറി തിരിച്ചു പോകണം കേട്ടോ. തിരിച്ച് നേരെ ഇനി ഇങ്ങോട്ട് ഡൽഹിയിലോട്ടാണ് പോകുന്നത്. ഇനി അവിടെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ പോയ വഴിക്ക് അടിപൊളി ഒരു സൺസെറ്റ് കണ്ടു. ഈ മറുത അതെടുക്കാൻ സമ്മതിച്ചില്ല കണ്ടോ. നല്ല സൺസെറ്റ് ആയിരുന്നു, നശിപ്പിച്ചു അത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡൊക്കെ വന്നു. നേരത്തെ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. എന്നിട്ട് വാരി വലിച്ച് കഴിച്ചിട്ട് എനിക്ക് ഓടുമായിരുന്നു. അപ്പോൾ അതാ കണ്ടോ ഫുഡ് വന്നു. ആസ് യൂഷ്വൽ ട്രെയിനിലൊക്കെയുള്ള ഫുഡ് തന്നെ. പൊട്ടറ്റോ ഫ്രൈ, പിന്നെ കുറച്ച് റൈസ് കാണും, പിന്നെ ദാല് കാണും, പിന്നെ പനീർ കറി അല്ലെങ്കിൽ ചിക്കൻ ആയിരിക്കും. നമ്മൾ വെജ് ഓർഡർ ചെയ്ത്, അതുകൊണ്ട് പനീർ കറി, പിന്നെ എന്താ അച്ചാർ കാണും, പിന്നെ ദഹി കാണും, തൈര്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.